കോട്ടയത്ത് ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നുണ്ട്. അതിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം കൂടി ഇന്നലെ വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കോട്ടയം ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഇപ്പോഴുണ്ട്. അകത്തേക്ക് കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ജോസി, ഈ പ്രതിഷേധം എപ്പോൾ ആരംഭിച്ചതാണ്? പോലീസ് സമരക്കാരുമായി ഇപ്പോൾ ചർച്ചയിലാണോ? നൗഫൽ, അരമണിക്കൂർ മുമ്പാണ് DCC ഓഫീസിൽ നിന്നുള്ള മാർച്ച് തിരുനക്കരയിലെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് എത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുനക്കര ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് എത്തുകയും മാർച്ച് പോലീസ് തടയുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് ഭാരവാഹിയായിട്ടുള്ള ബിനു ചുള്ളിയിലാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം പ്രവർത്തകർ മതിൽ ചാടി ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ നേരിയ സംഘർഷത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത്. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ഇപ്പോൾ പൊട്ടിയ മതിലിന്റെ ഒരു ഭാഗത്തുകൂടി അകത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അവിടെയും പോലീസ് ലാത്തി ഉപയോഗിച്ച് അവരെ തടയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോഴും പോലീസും പ്രവർത്തകരും ഇപ്പോൾ മതിലിന്റെ ഇരുഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളും ആയി തർക്കത്തിൽ ഏർപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. ഏറെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധ നേടിയ പാരടി ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു പോറ്റിയെ കയറ്റി എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായി ഇങ്ങോട്ട് എത്തിയത്. അവർ ഇവിടെ പാട്ട് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇപ്പോൾ സംഘർഷത്തിന് നേരിയ അയവ് സംഭവിച്ചിട്ടുണ്ട്. പ്രവർത്തകരും പോലീസും ഇരുഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ബിനു ചുള്ളിയിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഇപ്പോഴും ഈ സമരത്തിന്റെ ഭാഗമായി മുന്നിൽ തന്നെയുണ്ട്. പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ.
കോട്ടയം തിരുനക്കരയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് ഓഫീസിന് മുന്നിൽ വെച്ച് തടഞ്ഞിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മാർച്ച്. ഇന്നലെ സുപ്രീം കോടതിയും ഈ കൊള്ള വലിയ കൊള്ളയാണ് എന്നുള്ള പരാമർശം നടത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയത്. വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത്. ജോസി, പ്രവർത്തകർ പോലീസിനോട് എന്താണ് തർക്കിക്കുന്നത്? പോലീസ് ലാത്തി പ്രയോഗം നടത്തിയിരുന്നോ? അങ്ങനെ എന്തോ ആണല്ലോ സംസാരിക്കുന്നത്. നൗഫൽ, ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തുകൂടി അകത്തേക്ക് കയറാൻ, മതിൽ തകർന്ന ഭാഗത്തുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതും തുടർന്ന് അത് പോലീസ് അവർക്ക് നേരെ ലാത്തി വീശിയതുമാണ് ഇപ്പോൾ തർക്കത്തിന് കാരണം. ഈ പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ച് സമരത്തെ അടിച്ചമർത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തർക്കം തുടരുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുനക്കരയിലെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയങ്ങളിലെ കടകംപള്ളി സുരേന്ദ്രന്റെ വൈകുന്നുവെന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കോട്ടയം തിരുനക്കരയിലുള്ള ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് നടക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ജോസി ബാബു നൽകിയത്.